ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയാണ്. വളരെ മനോഹരമായിട്ട് പള്ളിയും സ്റ്റാറും പുൽക്കൂടും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു പോയി. എനിക്ക് കഴിഞ്ഞ ദിനത്തിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് കനത്ത ജലദോഷം അതുപോലെ പനിയുമായിരുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്തുമസൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും, ക്ഷീണത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി ഇതൊക്കെ കണ്ടതാണ്. ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇന്നലെ ആദ്യം പോയത് നമ്മുടെ ശോശുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഇന്നലെ ഹോട്ടലൊക്കെ മുടക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു മിനി പാക്ക് സ്മാർട്ട് ഹീറ്റിൻ്റെ വാങ്ങിച്ചു. അത് ചോറിൽ ആണ് എല്ലാവർക്കും ഒന്ന് ഫുഡ് കൊടുത്തത്. അപ്പോൾ ആദ്യം ശോശുവിൻ്റെ അടുത്താണ് വന്നത് കേട്ടോ. ശോശുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര വിശപ്പാണെന്നാണ് എന്നോട് രണ്ടുപേര് പറഞ്ഞു. ഇവളെ കാണാതെ ഞാൻ അന്വേഷിച്ചപ്പം ആ പരിസരത്ത് കട നടത്തുന്ന രണ്ടുപേരിൽ ഞാൻ ഫുഡൊക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അന്നേരം അമ്മയാണ് പറഞ്ഞത് ഈ കുഞ്ഞിനെ രാവിലെ അങ്ങനെ പരാക്രമം പിടിച്ച് അവൾ ഓടുന്ന കാണാമെന്ന്. ഉച്ച കഴിഞ്ഞിട്ട് അവൾക്ക് എവിടെ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും അതിരാവിലെ എനിക്ക് കുഞ്ഞിന് വിശപ്പ്. പിന്നെ അവൾ അങ്ങനെ കഴിച്ച് ശീലിച്ചതാണെന്ന് നമുക്ക് അറിയില്ല. സ്കിന്നിൻ്റെ പ്രോബ്ലം കുറവുണ്ട്, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പലരും പറഞ്ഞു പ്രായമില്ല എന്ന്. പക്ഷേ പ്രായമുണ്ട്, കാരണം നരച്ചു തുടങ്ങി അവളുടെ വാലും മുഖത്തെ രോമം കണ്ടോ, വാലൊക്കെ കണ്ടോ, വാല് മൊത്തം നരച്ചതാണ്. മുഖത്തെ രോമമൊക്കെ കണ്ടോ. അങ്ങനെ പാവം ഇത്രയും അവശതയായപ്പോഴാണ് അവളെ ഉപേക്ഷിച്ചത്. നല്ല പ്രായം തന്നെ അവൾക്കുണ്ട്. കണ്ണും മുഖം സ്കിന്നൊക്കെ തൊലിയൊക്കെ അങ്ങനെ അത്രയും ചുക്കി ചുളിഞ്ഞു. ഇപ്പോൾ പെഡിഗിരി രണ്ടാമത് ഞാൻ കൊടുത്താണ് ചോറ് നിന്ന് കഴിഞ്ഞിട്ട്. പെഡിഗിരി കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ചോറ് മെഡിസിൻ കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ രണ്ടും കൊടുത്തു. പെഡിഗിരി കഴിച്ച ആൾ ഉഷാറാണ്, പാറി പറന്ന് നടക്കും. പാവം ഇനിയുള്ള കാലം അവൾ ഇവിടെ കഴിയട്ടെ എന്നാണ്. ഇവിടെ അവൾക്ക് സമാധാനമുണ്ട്. ഒരു ഷെൽട്ടറിലേക്ക് അവളെ കൊണ്ടുപോയി ഒരുപാട് പേരെ കൂടെ എടുത്തൽ നല്ലത് ഇവിടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി ശിഷ്ടകാലം ആ കുഞ്ഞിവിടെ കഴിയട്ടെ. ഒത്തിരി വേദനയൊക്കെ അവൾ അനുഭവിച്ച് ഇവിടെ വന്നിട്ട് കണ്ണ് കാണാതെ ചുറ്റിത്തിരിഞ്ഞു. അതിനുശേഷം നമ്മുടെ അപ്പൂമ്മോൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൂമ്മോന് നമ്മളെ ഈ റോഡിൻ്റെ സൈഡിലൊരു കാട്, അവിടേക്കാണ് വെച്ച് ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അപ്പൂമ്മോന് ഒരു വീട് കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം അപ്പൂമ്മ നിന്ന സ്ഥലത്താണ് ഞാൻ പോയി കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ വണ്ടിയുടെ പിന്നാലെ കൊണ്ടുവന്ന് ആണ് ഭക്ഷണം കൊടുക്കാറ്. അവിടെ ഒന്നും സേഫായിട്ടുള്ള സ്ഥലമില്ല. പക്ഷേ അപ്പൂമ്മോന് 2-3 ദിവസം കാണാതെ എനിക്ക് വല്ലാത്ത വിഷമിച്ചു. എനിക്ക് തോന്നി എവിടെയോ അവൻ കയറി പറ്റിയിട്ടുണ്ട്. കാരണം വിശപ്പുള്ളത് കൊണ്ട് അവൻ എപ്പോഴും പുറത്ത് കാണാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ റൂട്ടിൽ ചെന്നപ്പോൾ അവനൊരു വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വഴിയിലായിട്ട് കിടക്കുന്നത് കണ്ടു. അങ്ങനെ 2 ദിവസം അവിടെ തന്നെയാണ് കണ്ടത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതിന് ശേഷം നമ്മുടെ പോപ്പിമോൻ്റെ അടുത്ത് വന്ന് പോപ്പിമാന് വയറ് നിറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ട്. 2 ദിവസമായി പോപ്പിമാൻ്റെ അടുത്ത് വന്നിട്ട്. ഇപ്പോൾ ഇത്തിരി ആരോഗ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പോപ്പിമാൻ സ്വന്തം ഇനി കുളിപ്പിച്ചതാണോ എന്നറിയില്ല, നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. പോപ്പിമാനക്ക് പലർക്കും ഇഷ്ടമാണ്. പാവം പലരും പോപ്പിമാൻ്റെ കാര്യത്തിൽ എപ്പോഴും വല്ലാത്തൊരു വിഷമം ആദ്യം പങ്കുവെച്ച് മെസ്സേജ് ഇടാറുണ്ട്. ആരും വിഷമിക്കേണ്ട. പിന്നെ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഒരു വീട്ടിൽ വളർത്തുന്ന ഡോഗാണ്. പിന്നെ അവർക്ക് വീഡിയോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളിതൊക്കെ ഇട്ട് പിന്നീട് അത് അറിഞ്ഞാൽ ഭയങ്കര ഒരു പ്രോബ്ലം ആവും. കാരണം അങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു മനസ്സ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റാറില്ല. പക്ഷേ 2 ദിവസം കൂടുമ്പോൾ ഞാൻ പോയി മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. മരുന്നെന്ന് പറഞ്ഞാൽ വിരയുടെ മരുന്നാണ് കൊടുക്കാറ്. അപ്പോൾ വീണ്ടും കഴിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല മിടുക്കനായിട്ട് വരുന്നു. പിന്നെ എല്ലാവരും ഇറച്ചിയെല്ലൊക്കെ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇവന് പെട്ടെന്ന് ചാടി കഴിക്കുന്ന കാരണം എനിക്ക് പേടിയായിട്ട് വയ്യ. കാരണം വല്ല തൊണ്ടയിൽ കുരുങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ നമുക്കറിയില്ല. കാരണം പെട്ടെന്ന് ആഹാരം കാണുമ്പോൾ ചാടി വീഴുന്ന പ്രകൃതക്കാരനാണ് നമ്മുടെ പോപ്പി. കൂടുതലും അഴിച്ചുവിടാത്തതുകൊണ്ടായിരിക്കാം, ഇടയ്ക്ക് മാത്രമേ അവൻ അഴിച്ചിടുള്ളൂ. എന്നാലും അവൻ ഹാപ്പിയാണ്. ഇവിടെ കിടന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമേ തുടങ്ങി അങ്ങനെ ആയതുകൊണ്ട് അവന് വിഷമമില്ല. പിന്നെ നമ്മളുടെ കറുത്ത സുന്ദരി കേട്ടോ, അതെ അവളെ ഞാൻ കാടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഭക്ഷണം കൊടുക്കണേ. അവിടെ ഈ പറഞ്ഞ ഒരുപാട് ഗ്യാങ് ഉണ്ട് ഇവളുടെ കൂടെ. അവർക്കൊക്കെ ഭക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ഈ രോഗം, ഈ ദീനം ഇങ്ങനെ വന്ന് കൂടുമ്പോൾ അവർ ഇവളെ ഒറ്റപ്പെടുത്തി ഇവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യത്തില്ല. ഇവൾക്ക് അവിടെ ഒരു ഫാമിലിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം ഉണ്ട്. പക്ഷേ ഇവൾ തീരെ മെല്ലിച്ച് ക്ഷീണിച്ച് വരെയാണ്. ഞാൻ രണ്ടാമത് പെഡിഗ്രിയൊക്കെ കൊടുത്തിട്ടാണ് പോരാറ്. വല്ലാത്തൊരു സ്കിൻ പ്രോബ്ലമാണ് കുഞ്ഞിന്. വല്ലാത്തൊരു ക്ഷീണമുണ്ട്. കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ അവളെ ഇതാണ്. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ലാബ് കുഞ്ഞ് മീട്ടുവിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി, 2-3 ദിവസമായിട്ട്. അപ്പോൾ മീട്ടുവിനെ കാണുന്നില്ല. അവന് ഇവിടുന്ന് ചില സമയത്ത് അവന് കുറച്ച് ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ട് ഈ വേറെ ഏരിയയിലേക്ക്. അവൾക്ക് പെഡിഗ്രിയോ ഫുഡൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ലാബ്. അവൾക്ക് എപ്പോഴും പലരും ഭക്ഷണം കൊടുക്കുന്നതാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ.